ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴത്തോരു മുമ്പയുടെ ത്രില്ലിംഗ് ആയ ഒരു അപ്കമിങ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതിരാവിലെ തന്നെ ബാലചന്ദ്രൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. കൃഷ്ണമോൾ സ്കൂളിലേക്കും. ബബിതയാണെങ്കിൽ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് കോളേജിലേക്കൊന്നും പോകുന്നില്ല. ബബിത തൻ്റെ കാമുകനായ അമലിനെ വിളിക്കുന്നുണ്ട്. എന്താ കോളേജിൽ പോകാതിരുന്നതെന്ന് അമൽ ചോദിക്കുമ്പോൾ തലവേദനയാണെന്ന് പറയുന്നുണ്ട് ബബിത. തലവേദനയോ നിനക്കോ? സത്യം പറയടി, ഇന്ന് ക്ലാസ് ടെസ്റ്റ് നടക്കുന്നതുകൊണ്ടല്ലേ നീ പോകാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ. അതെ, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. ഇന്ന് ക്ലാസ് ടെസ്റ്റിന് പോയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കുറേ ക്ലാസ് മിസ്സായതുകൊണ്ട് ഞാനൊന്നും പഠിച്ചില്ല എന്ന് പറയുകയാണ് ബബിത. എന്നാൽ നമുക്കൊന്നൊന്ന് കറങ്ങാൻ പോയാലോ ബേബി? എത്ര ദിവസമായി ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ട്. നമുക്ക് റൂമൊക്കെ എടുത്തൊന്ന് സ്പെൻഡ് ചെയ്യാം. അതൊന്നും പറ്റില്ല, അമ്മ കൂടി വീട്ടിലുള്ളതാ. അമ്മ ഒരു 100 ചോദ്യം ചോദിക്കും. അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അതുമാത്രമല്ല, തലവേദനയാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ലീവ് എടുത്തത്. എന്നാൽ ഞാനങ്ങോട്ട് വരട്ടെ ബേബി. ഇന്ന് നീയും നിൻ്റെ അമ്മയും മാത്രമല്ലേ വീട്ടിലുണ്ടാകൂ? കൃഷ്ണമോൾ സ്കൂളിൽ പോയല്ലോ. നിൻ്റെ അച്ഛൻ ഷോപ്പിൽ പോകും. പിന്നെ ആ അടുക്കളക്കാരി, അവൾ നിൻ്റെ ഏട്ടനുമായി എങ്ങോട്ടോ പോകുമെന്ന് നീ പറഞ്ഞല്ലോ. പിന്നെ നിൻ്റെ അമ്മ റൂമിൽ തന്നെ ആയതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അയ്യോ, അതൊന്നും വേണ്ട അമലേ. അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അയാൾ ഓരോന്ന് പറഞ്ഞ് ബബിതയെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. ആ സമയം അലീന വന്നിട്ട് ബബിതയുടെ കോളേജിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് ചെറിയൊരു തലവേദന, ഞാനൊന്ന് പോകുന്നില്ല എന്ന് പറയുകയാണ് ബബിത. ഹോസ്പിറ്റലിലേക്കോ മറ്റോ പോകണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ അത് മാറുമെന്ന് പറയുകയാണ് ബബിത. എന്നാൽ ശരി മോള് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ അലീന പോകുകയാണ്. പിന്നീട് അലീന രോഹിത്തിനെയും കൂട്ടി ശരണ്യയുടെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും പോയതിന് ശേഷം അമലിനെ വിളിക്കുന്നുണ്ട് ബബിത. എല്ലാവരും പോയോ എന്ന് ചോദിക്കുമ്പോൾ അമലേ, പക്ഷേ എനിക്കൊരു പേടി. അമ്മയെങ്ങാനും കണ്ടാൽ പിന്നെ ജീവനോടെ വച്ചേക്കില്ല എന്ന് പറയാണ്. നീ പേടിക്കൊന്നും വേണ്ട, അമ്മയൊന്നും കാണില്ല. ഞാൻ അവിടെ എത്തിയിട്ട് നിന്നെ വിളിക്കാമെന്ന് പറയാണ് അമൽ. പിന്നീട് ബബിതയെ റൂമിലേക്ക് വൈജ വിളിക്കുകയാണ്. ഇവിടെ എല്ലാവരും എവിടെ പോയിടി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഷോപ്പിലും കൃഷ്ണമോൾ സ്കൂളിലും അലീന ചേച്ചിയും രോഹിയേട്ടനും ആ ശരണ്യയുടെ വീട്ടിലേക്കും പോയിരിക്കുക എന്ന് പറയണം ബബിത. എന്താ ശരണ്യയുടെ വീട്ടിലേക്കോ? ആരോട് ചോദിച്ചിട്ടാടി അവൻ ആ ഒരുമ്പട്ടവളുടെ വീട്ടിലേക്ക് പോയത്? ആരോട് ചോദിക്കാനാണ് അമ്മേ? അച്ഛൻ അനുവദിച്ചിട്ടാണ് അവർ പോയത്. അവരിങ്ങ് വരട്ടെ. അവളെൻ്റെ മോളെയും കൊണ്ട് ആ അവലാവലാതിയുടെ വീട്ടിലേക്ക് പോയേക്കുക. എന്താണമ്മേ, അലീന ചേച്ചിയും രോഹിയേട്ടനും കൂടെ അവിടെ പോയി എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? എന്താടി, ഒരു കുഴപ്പവും ഇല്ലേ? അവൾ ഒറ്റൊരുത്തി കാരണമല്ലേ എൻ്റെ മോൻ ജയിലിലായത്. എന്തായാലും അവരിങ്ങ് വരട്ടെ. നീ എന്നെ ഒന്ന് പിടിച്ച് എനിക്ക് ഹാളിലൊക്കെ ഒന്ന് നടക്കണം എന്ന് പറയണം വൈജ. ഇത് കേട്ട് ബബിത പേടിക്കുകയാണ്. നാശം, അമ്മയെ ഇപ്പോൾ പുറത്തു കൊണ്ടുപോയാൽ ശരിയായില്ല. അമലിപ്പോൾ വരും. അമലിനെ അമ്മ കണ്ടാൽ എന്താകുന്നൊക്കെ ബബിത ആലോചിക്കുകയാണ്. അത് പിന്നെ എൻ്റെ അമ്മയെ, എനിക്കിന്ന് കൈക്കൊരു വേദന. അമ്മയെ താങ്ങി പിടിക്കാനൊന്നും വയ്യ. അമ്മ റെസ്റ്റ് എടുക്കൂ, എന്നിട്ട് കൃഷ്ണമോൾ വന്നാൽ പറയൂ, അവൾ അമ്മയെ സഹായിക്കുമെന്ന് പറഞ്ഞ് ബബിത പോവുകയാണ്. പിന്നീട് ബബിത തൻ്റെ റൂമിലിരുന്ന് അമലിനെ വിളിക്കുകയാണ്. ഹലോ, നീ എത്താറായോ എന്ന് ചോദിക്കുകയാണ്. ഒരു 2 മിനിറ്റ്, ഞാനവിടെ എത്തുമെന്ന് പറയണം അമൽ. നീ വേഗം വാതിൽ തുറക്കുക, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തെത്തിയെന്നും പറയുകയാണ്. പെട്ടെന്ന് ബബിത പതുക്കെ പോയി വാതിൽ തുറക്കുന്നുണ്ട്. ഹലോ ബേബി എന്ന് അയാൾ പറയുമ്പോൾ പതുക്കെ അമ്മയുണ്ട് മുറിക്കകത്തെന്ന് പറയുകയാണ് ബബിത. നീ പതുക്കെ വാന്ന് പറഞ്ഞ് അമലിനെയും കൂട്ടി സ്വന്തം റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന വൈജയ്ക്ക് ബാങ്കിൽ നിന്നൊരു കോൾ വരുന്നുണ്ട്. ഹലോ സാറെന്ന് പറയുന്നുണ്ട് വൈജ. വൈജയന്തിയല്ലേ, നിങ്ങൾ എന്നാണ് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് വിളിച്ചയാൾ ചോദിക്കുമ്പോൾ റേഞ്ച് പ്രോബ്ലം കൊണ്ട് ഫോണും കൊണ്ട് റൂമിന് വെളിയിൽ വരികയാണ് വൈജ. പിന്നീട് സംസാരമൊക്കെ കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സ്വന്തം റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ബബിതയുടെ റൂമിൽ നിന്ന് സംസാരം കേൾക്കുകയാണ്. ഇവിടെ ഇനി ഇതിപ്പോൾ ആരോടാ സംസാരിക്കുന്നത്? ഇനി ഫോണിലെങ്ങാനും ആയിരിക്കുമോ എന്ന് വിചാരിച്ച് റൂമിനടുത്തേക്ക് നീങ്ങി നിൽക്കുകയാണ് വൈജ. അടച്ചിട്ടിരിക്കുന്ന വാതിലിലവിടെ നിൽക്കുമ്പോൾ എന്നെ വീട് അമലേ എന്നൊക്കെ പറയുന്നത് കേൾക്കുകയാണ് കേട്ടോ വൈജ. പെട്ടെന്ന് ഞെട്ടിപ്പോയ വൈജ ബബിതയെ വിളിച്ച് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്. അയ്യോ അമലേ, അമ്മ അന്ന് നമ്മളെ പിടിക്കുമെന്ന് ബബിത പറയുമ്പോൾ നീ പേടിക്കാതിരിക്കുക, ഞാൻ ബാത്റൂമിൽ ഒളിക്കാമെന്ന് പറയുകയാണ് അവൻ. അമല ഒളിച്ചെന്ന് ഉറപ്പായപ്പോൾ വാതിൽ തുറക്കുകയാണ് അവൾ. ബബിതയെ വൈകി തുറിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ആരടി അകത്തുള്ളതെന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ ഒരാളിൻ്റെ ശബ്ദം കേട്ടല്ലോ എന്നും പറയണം വൈജ. അതത് ഞാനമ്മ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചതാണെന്ന് പറയണം ബബിത. നീ ഒന്ന് മാറി നിൽക്കുക, ഞാനൊന്ന് അകത്ത് കിടന്ന് നോക്കട്ടെ എന്ന് വൈജ പറയുമ്പോൾ ബബിതയ്ക്ക് ടെൻഷനായിട്ട് എന്തിനാണ് അമ്മ അകത്ത് വരുന്നത്? ഇവിടെ ആരുമില്ല എന്ന് പറയണം ബബിത. ആരുമില്ല എന്ന് ഉറപ്പല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ, ഇവിടെ ആരുമില്ല. എന്നാൽ പിന്നെ അത് ഉറപ്പാണെങ്കിൽ ഞാൻ അകത്ത് കയറി നോക്കട്ടെ എന്ന് പറയുകയാണ് വൈജ. ബബിതയെ പിടിച്ച് മാറ്റി റൂം മൊത്തം തിരിയുകയും ചെയ്യുന്നുണ്ട് വൈജ. ബബിതയുടെ മനസ്സ് ഫുൾ ടെൻഷനാണ്. വൈജ തിരഞ്ഞിട്ടും ആരെയും കാണുന്നില്ല. ആ സമയം ബബിത ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇവിടെ ആരുമില്ല എന്ന് പറയുകയാണ്. പുറത്ത് പോയേ, എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് വൈജയെ പറഞ്ഞു വിടാനും നോക്കുകയാണ് ബബിത. ആ സമയം ബബിതയെ ഒരു നോട്ടം നോക്കിയിട്ട് ബാത്റൂം തുറക്കാനായി പോവുകയാണ്. ആ സമയം വൈജയുടെ മുമ്പിലേക്ക് കയറിയെന്ന് ബബിത പറയാണ്. അവിടെയൊന്നും ആരുമില്ല. എന്തായാലും ഞാനത് നോക്കിയാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് ബാത്റൂം തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അമലിനെ കാണുകയാണ് വൈജ. ഞെട്ടലോടെ ആരാടെ നീ എന്ന് ചോദിക്കുകയാണ് വൈജ. അമൽ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി പുറത്തു വരികയാണ്. ആരാടി ഇവന്ന് ചോദിച്ച കരണത്തിനിട്ട് അടിക്കുകയാണ് ബബിതയുടെ വൈജ. പറയടി,
ഇവൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇവനെൻ്റെ ഫ്രണ്ടാണ്, ക്ലാസ് കുറേ മിസ്സായതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാൻ ഞാൻ വിളിച്ചതാണെന്ന് പറയുകയാണ് ബബിത. നിർത്തടി, ഇനിയും കള്ളം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് കരണം പൊട്ടിക്കുന്നു. നിനക്ക് ക്ലാസ് മിസ്സായത് പറഞ്ഞു തരാൻ വന്നതാണെങ്കിൽ എന്നോട് പറയാമല്ലോ. ഇവൻ എവിടെ ഉണ്ടായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ആരുമില്ലാന്നല്ലേടി നീ പറഞ്ഞത്? അത് പിന്നെ ഞാനിത് പറഞ്ഞാൽ അമ്മ എന്നെ തെറ്റിദ്ധരിച്ച് ഇവനെ ഇവിടെ കയറ്റില്ല എന്ന് കരുതി, അതാ ഞാൻ പറയാതിരുന്നത്. ആ സമയം ബബി എന്നാൽ ഞാൻ അങ്ങോട്ട് പോകുക, ബാക്കിയൊക്കെ കോളേജിൽ വന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുകയാണ് കേട്ടോ. അച്ഛൻ വരട്ടടി, ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നുണ്ടെന്ന് വൈജ പറഞ്ഞപ്പോൾ അയ്യോ അമ്മേ ഇതൊന്നും അച്ഛനോട് പറയില്ലേ എന്ന് പറയാണ് ബബിത. എന്താടേ പറഞ്ഞാൽ ഇത് നിൻ്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? അയ്യോ അമ്മേ ഞാൻ അമ്മയുടെ കാല് പിടിക്കാം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്നവൾ പറയുമ്പോൾ വൈജ അവളെ തലങ്ങും വിലങ്ങും അടിച്ചൊരു പരുവാക്കുന്നുണ്ട്. ബബിത ആ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മേനോട് ക്ഷമിക്കണം, ഇനി ഒരിക്കലും ഞാൻ അവനെ കാണില്ല എന്ന് പറയാണ്. അമ്മ എനിക്ക് മാപ്പ് തരണം, ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്താമെന്നും പറയാണ്. തരാടി, ഞാൻ നിനക്ക് മാപ്പ് തരാം, എടുക്കടി നിൻ്റെ മൊബൈൽ എന്ന് പറയാണ് വൈജ. അയ്യോ അമ്മേ ഞാനിനി അവനെ വിളിക്കില്ല. ഫോൺ കൊടുക്കാൻ തയ്യാറാവാതിരുന്ന ബബിതയുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നുണ്ട് വൈജ. എനിക്കിനി ഫോണും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം റൂമിലേക്ക് പോകുകയാണ് ഫോണും കൊണ്ട് വൈജ. ബബിതയാണെങ്കിൽ ആകെ തകർന്ന പോലെ തറയിലിരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ബബിതയുടെ ഫോണിലേക്ക് അമൽ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ഫോൺ വൈജയുടെ കയ്യിലാണല്ലോ. അമൽ ഫോൺ എടുക്കുന്നത് ബബിതയാണെന്ന് കരുതി സംസാരിക്കുന്നുണ്ട്. ബബി നിൻ്റെ അമ്മയ്ക്ക് വാങ്ങേണ്ട ഒരു സമയം, ആ സ്ത്രീ കാലൊടിഞ്ഞ് കിടക്കുകയാണല്ലോ. ആ സമയം വൈജ കലി തുള്ളിക്കൊണ്ട് ആരുടെ കാലാടാ ഒടിഞ്ഞത്? നിൻ്റെ അമ്മയുടെയോ? നീ ഇനി മുതൽ എൻ്റെ മകളെ കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ നിൻ്റെ കാല ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറയുമ്പോൾ ഫോൺ അങ്ങ് കട്ടാക്കുകയാണ് അയാൾ. പിന്നീട് വൈകുന്നേരം കൃഷ്ണമോൾ വരുന്നുണ്ട്. അവിടെയൊന്നും ആരെയും കാണാത്തതുകൊണ്ടും വാതിലൊക്കെ തുറന്നിട്ട് കിടക്കുന്നതുകൊണ്ടും ബബിതയുടെ റൂമിലേക്ക് പോയി നോക്കുകയാണ്. അവിടെ ബബിത ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കരയാണ്. പെട്ടെന്ന് എന്ത് പറ്റി ബബിതേച്ചി എന്തിനാ കരയുന്നതെന്നൊക്കെ കൃഷ്ണ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണ് ബബിത. ഒന്നുമില്ലാതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ആരെങ്കിലും കരയുമോ? എന്നോട് പറയാന്നൊക്കെ പറയുമ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ, നീ ഈ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയാണ് ബബിത ദേഷ്യത്തോടെ. ബബിത ദേഷ്യപ്പെട്ടതോടെ ഈ ബബിതേച്ചിക്ക് ഇതെന്താ പറ്റിയെന്ന് ചിന്തിച്ച് വൈജയുടെ റൂമിൽ പോയി അവരോട് ബബിതയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. എന്തു പറ്റാനാ, ഞാനിവിടെ നിന്ന് പോകുന്നവരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരുത്തിനെ വിളിച്ച് റൂമിൽ കയറ്റിയിരിക്കുകയായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ, മുടിയൊക്കെ ഒരുപാടുള്ള ഒരാളാണെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ അതെ അവൻ തന്നെയെന്ന് പറയാണ് വൈജ. അവനെ നിനക്കെന്നെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അയാളിവിടെ പലവട്ടം വരാറുണ്ട്, വരുമ്പോഴൊക്കെ അലീന ചേച്ചി അവനെ ചൂലെടുത്ത് പറപ്പിക്കാറുള്ളതാ. എന്നിട്ടെന്താടി നീ എന്നോട് പറയാതിരുന്നതെന്ന് വൈജ ചോദിക്കുകയാണ്. അതമ്മേ ബബിതേച്ചി പറയരുതെന്ന് പറഞ്ഞിട്ടാ, ഇനി അവനായിട്ട് ഒന്നുമില്ലാന്ന് ഞങ്ങൾക്ക് വാക്ക് തരികയും ചെയ്തു. ഓഹോ, അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അവൾക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ട്, ഇനി നീ കൂടെ ഉള്ളൂ. എന്താടി നീ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ വഴി പിഴയ്ക്കാമെന്ന് വൈജ ചോദിക്കുകയാണ്. ഞാനൊന്നും തെറ്റായ വഴിക്കൊന്നും പോകില്ല അമ്മേ, അമ്മയ്ക്ക് എന്നെ വിശ്വസിക്കാം. എന്നെ വളർത്തിയതേ അമ്മയല്ല അച്ഛനാ. അങ്ങനെ പറഞ്ഞ് കൃഷ്ണ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് വൈജ. അങ്ങനെ ബബിതയുടെ പ്രണയം കൈയോടെ പിടിക്കുന്നുണ്ട് വൈജ. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒട്ടും മടി കൂടാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്